പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി 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 നന്ദി. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം നമ്മുടെ ധ്യാന വിഷയമാക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഈശോയാകുന്ന പ്രകാശത്തെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അംഗീകരിക്കാം. ഈശോയെ, നീ എൻ്റെ ജീവൻ്റെ ജീവനാണ്, എൻ്റെ പ്രകാശമാണ്, നീയാണ് എൻ്റെ വഴികാട്ടി. പ്രകാശത്തിൻ്റെ ഉറവിടമായ ദിവ്യകാരുണ്യനാഥ, ഇന്ന് ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണിഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ അന്ധകാര നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. ലോകത്തിൻ്റെ തെറ്റായ വെളിച്ചങ്ങൾക്ക് പിന്നാലെ പോകാതെ സത്യമായ പ്രകാശമായ അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അവിടെ പ്രധാനമായും നമ്മോട് സൂചിപ്പിക്കുക പ്രകാശത്തിൻ്റെ മക്കളായി നടക്കുവിൻ എന്നാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മൾ നടക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ നാം അജ്ഞതയുടെ ഇരുട്ടിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഈശോ വഴി നാം പ്രകാശത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. 23 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പുതുവർഷത്തിൻ്റെ 22 ദിവസങ്ങൾ പിന്നിട്ട് 23-ാം ദിവസത്തിലേക്ക് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അന്ധകാര മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അസൂയ, വിദ്വേഷം, കോപം, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ അന്ധകാര മേഖലകളെ തിരിച്ചറിഞ്ഞ് അവയെല്ലാം മായ്ച്ചു കളയുവാൻ നമുക്ക് സാധിച്ചോ എന്ന് ചിന്തിക്കണം. ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്ന മിശിഹായെ പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാര മേഖലകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അങ്ങനെ സാക്ഷികളാകുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. ഒരു ചെറിയ മെഴുകുതിരിക്ക് വലിയ ഇരുട്ടിനെ മാറ്റാൻ കഴിയും. അതിന് ഒരു ചെറിയ മെഴുകുതിരി എവിടെ ഉണ്ടാവണം? ആ മെഴുകുതിരിയെ പ്രകാശിപ്പിക്കാനൊരു തീനാളം ഉണ്ടാവുക ആവശ്യമാണ്. അതുപോലെ നമ്മുടെ നല്ല പ്രവൃത്തികൾ, ചെറിയ പ്രവൃത്തികൾ കൊണ്ട് നാം ആകുന്ന ആ മെഴുകുതിരിയെ പ്രകാശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഇരുട്ടകറ്റാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും മെഴുകുതിരിയായി തീർന്ന നമ്മുടെ അവസ്ഥ നമുക്കറിയാം.
നമ്മൾ മെഴുകുതിരിയായി തീർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി 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 പ്രകാശമായി തീർന്നതിന് ശേഷവും അവഗണനയുടെ, പരിഹാസത്തിൻ്റെ, മാറ്റിനിർത്തലിൻ്റെ, ഒരുപക്ഷെ നമ്മോട് തന്നെ പരിപൂർണമായി മാറ്റി നിൽക്കുക, ഇനി നിൻ്റെ ആവശ്യമില്ല, നീ പോയി ചത്താൽ പോലും കുഴപ്പമില്ല എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ സൗഹൃദങ്ങളും കുടുംബങ്ങളും അങ്ങനെയൊക്കെ കടന്നു വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ സാക്ഷികളാകാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ചോദ്യമായി നിൽക്കുമ്പോഴും ഈശോ നമ്മോട് പറഞ്ഞു ഒരു കാര്യമേയുള്ളൂ, നല്ല പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ള ജീവിതത്തിലെ ഇരുട്ടകറ്റാൻ നീ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈശോയുടെ ജീവിതം അതിന് ഏറ്റവും വലിയൊരു മാതൃകയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ഈശോ തൻ്റെ പീഡാനുഭവങ്ങളുടെ സമയത്തും മുഖത്ത് തുപ്പിയപ്പോഴും കരണത്തൊടിച്ചപ്പോഴും മുൾമുടി ധരിപ്പിച്ചപ്പോഴും ചാട്ടവാർ കൊണ്ട് അടിക്കപ്പെട്ടപ്പോഴും പരിഹസിച്ചപ്പോഴുമെല്ലാം നിശബ്ദനായിരുന്നു എന്നുള്ളത്. തമ്പുരാൻ്റെ ആ പ്രകാശം അവരിലേക്ക് അവർന്ന് പ്രകാശിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവർക്കത് സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ നമുക്ക് മെഴുകുതിരിയായി തീരാനായി സാധിക്കട്ടെ. അങ്ങനെ ജീവനിലേക്കൊരു ചുവട് നമുക്ക് വയ്ക്കാൻ സാധിക്കും. ലോകം മുഴുവൻ നമ്മോട് നിന്നെ എനിക്ക് ആവശ്യമില്ല, നീ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളൊക്കെ നമ്മൾ അങ്ങനെ വലിച്ചുകൊണ്ടേ പോകും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകൾ ഈ ലോകത്തിൽ നിൻ്റെ ജീവന് വിലയില്ല എന്ന് നമ്മുടെ ബന്ധുക്കളിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ നമ്മുടെ സഹപ്രവർത്തകരിലൂടെയൊക്കെ നമ്മളിലേക്ക് കേൾക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ ഹൃദയത്തിലെ അങ്ങനെയുള്ള അസ്വസ്ഥതകളെ മുഴുവനും ഈശോയുടെ പ്രകാശത്തിൻ്റെ മുമ്പിൽ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കണം. അവിടെ ദൈവത്തിൻ്റെ കരസ്പർശനം നമുക്ക് സ്വീകരിക്കാനും നമ്മുടെ പാതകളെ തെളിച്ചമുള്ളതാക്കാനും നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ ആരാധനയുടെ പുണ്യ നിമിഷങ്ങളിൽ ഓരോരുത്തരും നമുക്ക് ധ്യാനിക്കുക, ശാന്തമായി ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പമുള്ള ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുക. സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ജോലിസ്ഥലങ്ങൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇപ്പം നമ്മുടെ ചെയ്തികൾ ഓരോന്നും എടുത്തു വച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി തരുന്ന ഇടങ്ങളും സംഭവങ്ങളും സ്ഥലങ്ങളും ഒന്ന് ഓർക്കുക. അവിടെ ഈശോയുടെ പ്രകാശം തെളിയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് ഓടിപ്പോരുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ഈശോയുടെ പ്രകാശം തെളിക്കാനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. ഈശോയെ അങ്ങയുടെ വെളിച്ചം എന്നിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ശാന്തമായി ചൊല്ലിക്കൊണ്ടാണ് ഈ ആശയക്കുഴപ്പമുള്ള ഇടങ്ങളെയൊക്കെ നമുക്ക് സ്വീകരിക്കാനായിട്ടും ചിന്തിക്കാനും ധ്യാനിക്കാനും സാധിക്കട്ടെ. അവിടെ ഈശോയുടെ സാന്നിധ്യം കൊണ്ടുവരാനും സാധിക്കട്ടെ. അന്ധവിശ്വാസങ്ങളും തിന്മയുടെ ബന്ധനങ്ങളിലും കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സത്യപ്രകാശമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിയട്ടെ. പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശരിയായ അറിവും ഓർമ്മശുദ്ധിയും അവർക്ക് ലഭിക്കുന്നതിന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ വർഷം മുഴുവൻ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നേ ദിനത്തിൽ എൻ്റെ കണ്ണുകളെയും ചിന്തകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിന്മയുടെ ഇരുളിലേക്ക് എൻ്റെ പാദങ്ങൾ ഇടറാതിരിക്കുവാൻ അങ്ങയുടെ വചനം എനിക്ക് വിളക്കാകട്ടെ. എൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ അങ്ങയെ മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. പ്രകാശത്തിൻ്റെ മകനായി മകളായി ഈ ഒരു വർഷം മുഴുവൻ ജീവിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ദൈവിക വെളിച്ചത്തിന് സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം, പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. അങ്ങനെ
തമ്പുരാൻ്റെ വലിയ കൃപകൾ നമുക്ക് സ്വീകരിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.